ഫിലിപ്പോസ് നഥനയേലിനെ കണ്ടു. ഫിലിപ്പോസ് എന്ന് പറയുന്നത് യേശുവിൻ്റെ ശിഷ്യനാണ്. ആരാണ്? എല്ലാവരും പറഞ്ഞേ, യേശുവിൻ്റെ ശിഷ്യൻ അല്ലേ? അത് മലയാളവും തമിഴും ഏകദേശം സെയിമാണ്. യേശുവിൻ്റെ ശിഷ്യനാണ് ആരെ? ഫിലിപ്പോസ്. അപ്പോൾ ഫിലിപ്പോസ് നഥനയേലിനെ കണ്ടു. എല്ലാവരും പറഞ്ഞേ, ഞാൻ യേശുവിൻ്റെ ശിഷ്യനാണ്. എല്ലാവരും പറഞ്ഞേ, ഞാൻ യേശുവിൻ്റെ ശിഷ്യരാണ്. നമ്മൾ യേശുവിൻ്റെ ശിഷ്യരാണ്. ഹല്ലേലൂയ. ദൈവം നമ്മളെ സെലക്ട് ചെയ്തു. പത്രോസിനെയും യോഹന്നാനെയും സെലക്ട് ചെയ്തതുപോലെ ദൈവം നമ്മളെയും സെലക്ട് ചെയ്തു. അതുകൊണ്ട് നമ്മൾ ആരാണ്? ഗോഡ് ചൂസൺ, ഗോഡ് സെലക്റ്റഡ്. ദൈവത്തിൻ്റെ കോൾ നമുക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ ബിലീവേഴ്സ് അല്ല. എല്ലാവരും പറഞ്ഞേ, വെറും ഒരു ബിലീവേഴ്സ് അല്ല. പറഞ്ഞേ, ഭാഗത്തുനിന്ന് പറഞ്ഞേ, നമ്മൾ വിശ്വാസികളല്ല, ശിഷ്യരാണ്. അപ്പോൾ ശിഷ്യന്റെ ഗുണം എന്താണ്? ഫിലിപ്പോസ് ഒരിടത്ത് തന്നെ ഇരിക്കാതെ നഥനയേലിനെ പോയി കണ്ടു. എല്ലാവരും പറഞ്ഞേ, നഥനയേലിനെ പോയി കണ്ടു. നിങ്ങൾ വീട് വിട്ടിറങ്ങി ചിലരെ പോയി കാണണം. പറഞ്ഞേ, ചിലരെ പോയി കാണണം. അതൊരു ശിഷ്യത്വമാണ്. ഫിലിപ്പോസ് വീട്ടിൽ തന്നെ ഇരിക്കാതെ കപ്പയും മീൻകറിയൊക്കെ കഴിച്ച്, നല്ല മഴയാണ്, കട്ടൻ ചായയൊക്കെ ഇട്ട് കപ്പയും മീൻകറിയൊക്കെ കഴിച്ച് വീട്ടിൽ തന്നെ ഇരുന്നില്ല. പുള്ളിക്കാരൻ പോയി നഥനയേലിനെ കണ്ടു. നിങ്ങൾ ചിലരെ പോയി കാണണം. പ്രൈസ് ദി ലോർഡ്. കണ്ടിട്ട്, അപ്പോൾ നമ്പർ 1 എന്താണ്? കാണുക. കാണുക. പറഞ്ഞേ, കാണുക. പാർക്ക വേണ്ടും. എല്ലാവരും പറഞ്ഞേ, പാർക്ക വേണ്ടും. പോയി പാർക്ക വേണ്ടും. പറഞ്ഞേ, എനിക്ക് പറഞ്ഞു തന്നത് ഞാൻ പറഞ്ഞു കൊടുത്തോളാം. എനിക്കും തമിഴ് പഠിക്കണം. ഓക്കെ, പോയി പാർക്ക വേണ്ടും. എല്ലാവരും ഉറച്ചു പറഞ്ഞേ, ഞാൻ തമിഴിലല്ലേ പറയുന്നത്. പോയി പാർക്ക വേണ്ടും. അതാരുടെ ക്യാരക്ടറാണ്? ആരുടെ ക്യാരക്ടർ? ശിഷ്യന്റെ ക്യാരക്ടർ. ആരാണ് ശിഷ്യൻ? നമ്മളാണ് ശിഷ്യൻ. പറഞ്ഞേ, നമ്മളാണ് ശിഷ്യർ. അപ്പൊ ഞാനൊരു വിശ്വാസി എന്നുള്ള ചിന്ത വിട്ട് ഞാനൊരു ശിഷ്യൻ എന്നുള്ള ചിന്ത വരണം. ആ ചിന്ത വരുമ്പോൾ പോയി പാർക്ക വേണ്ട. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ഗോസ്പൽ? ഗോസ്പൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗോ 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 എന്ന് പറഞ്ഞാൽ എന്താണ്? ഗോ, പോയി. ഗോ, പോയി. സ്പെൽ, സ്പെൽ എന്താ പറയുക? സൊല്ലുക. പോയി സൊല്ലുങ്കൾ. കറക്റ്റ് അല്ലേ? പോയി സൊല്ലുങ്കൾ. അപ്പോ ഫിലിപ്പോസ് എന്ത് ചെയ്തു? പോയി സൊല്ലി. എന്നാ സൊല്ലി? ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ ഞാൻ കണ്ടു. ഹല്ലേലൂയ. വാവ്. ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരിലൂടെയും വെളിപ്പെട്ടവനെ ഞാൻ കണ്ടു. നമ്മൾ കണ്ടിട്ട് അവിടെ തന്നെ ഇരിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മൾ കണ്ടിട്ട് കണ്ടിടത്ത് തന്നെ ഗ്ലോറി, അന്യഭാഷയൊക്കെ പറഞ്ഞ് അവിടെ ഇരിക്കുക. ഒരു ഗോസ്പൽ പൂർത്തിയായിരിക്കുന്നത് നീ ഇനി ഒരു വ്യക്തിയെ കാണുമ്പോഴാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലായി? പുരീതാ. അപ്പൊ ഫിലിപ്പോസ് എന്ത് ചെയ്യാണ്? നഥനയേലിന്റെ അടുത്ത് പോയി പറയുക, ന്യായപ്രമാണത്തിൽ ഞങ്ങളുടെ പിതാവായ മോശയിലൂടെ. ഹു ഈസ് മോസസ്? ആരാണ് മോശ? നമുക്ക് എന്തറിയാം? ചെങ്കടലിനെ രണ്ടായി പിളർന്നവൻ, ഫറവോന്റെ ഫ്രണ്ടിൽ നിന്നവൻ അല്ലേ? ചെങ്കടലിനെ രണ്ടായി, എന്നെ തമിഴ് വേട് മോശ, ചെങ്കടലിനെ രണ്ടായി പിളർന്നവൻ, ഫറവോന്റെ മുമ്പേ പോയി നിന്നവൻ, കൽമഴ പെയ്യിപ്പിച്ചവൻ, ബാധകളെ അയച്ചവൻ, വെള്ളം വരുത്തിയവൻ, പാറയിൽ നിന്ന് വെള്ളം വരുത്തിയവൻ, മാറയെ മധുരമാക്കി തീർത്തവൻ. ഇതൊക്കെയാണ് നമുക്കറിയാന്നുള്ള കാര്യം. നൈൽ നദിയെ രക്തനിറമാക്കിയവൻ. ഹല്ലേലൂയ അല്ലേ?
നൈലിലെ പച്ച തണ്ണിയെ ബ്ലഡാക്കി മാറ്റി. ഇതൊക്കെ നമുക്ക് മോശയെ കുറിച്ച് അറിയാമെന്നുള്ളത്. മോശ ഒരു പുരോഹിതനാണ്. എല്ലാവരും പറഞ്ഞേ, മോശ ആശാര്യൻ ആൻഡ് പ്രോഫറ്റ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മൾട്ടി മിനിസ്റ്റർ ചെയ്ത ആളാ മോസസ്. മോശ ആരാണ്? പ്രവാചകനാണ്, ആശാര്യനാണ്, ലീഡറാണ്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. അതുകൊണ്ടാണ് ഫിലിപ്പോസ് പറഞ്ഞ നമ്മുടെ ആശാര്യൻ, നമ്മുടെ പ്രോഫറ്റ്, നമ്മുടെ ലീഡറിലൂടെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ മശിഹായെ പറ്റി. പ്രൈസ് ഗോഡ്. യെശയ്യാ പ്രവാചകൻ 3000 വർഷത്തിന് മുമ്പ്, 4000 വർഷത്തിന് മുമ്പ് യേശുവിനെ പറ്റി പ്രവചിച്ചു. എത്ര വർഷത്തിന് മുമ്പ്? 4000 years ബാക്ക് ഐശയ്യാ പ്രോഫസി പറഞ്ഞു. എന്താ? കന്യക ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവന്റെ പേര് ഇമ്മാനുവേൽ എന്നായിരിക്കും. ഹല്ലേലൂയ. അതാണ് പറഞ്ഞത്. മോശയും പ്രവാചകന്മാരിലൂടെയും പ്രവചിച്ച മശിഹായെ ഞാൻ കണ്ടു. കണ്ടവർ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ കണ്ടോ? നിങ്ങൾ കണ്ടോ? ഫിലിപ്പോസ് പറഞ്ഞു, ഞാൻ കണ്ടു. അത് നസ്രയത്തുകാരനായ യേശുവാണ്. ഹല്ലേലൂയ. കണ്ടോ? ഫിലിപ്പോസ് നദനേലിനെ കണ്ടു. അവനോട് ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ ഫിലിപ്പോസ് അന്വേഷിച്ചു. കാണുന്നതിന് മുമ്പ് എന്ത് ചെയ്തു? തേടിനാർ, അല്ലെ? തേടി. പറഞ്ഞേ, കാണുന്നതിന് മുമ്പ് തേടി. യേശു അതും തന്നെ പറഞ്ഞു, നീ തേടിയാൽ നീ കണ്ടെത്തും. വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ചു പറഞ്ഞാട്ടെ, ഇന്ന് പകല് നീ തേടാൻ തയ്യാറായാൽ നീ കണ്ടെത്തിയിരിക്കും. നീ രക്ഷ കാണാൻ തേടിയാൽ നീ കണ്ടെത്തിയിരിക്കും. നിന്റെ വിടുതൽ തേടിയാൽ നീ അത് കണ്ടെത്തിയിരിക്കും. നീ എന്താണോ തേടുന്നത്? നീ ഒരു സൗഖ്യമാണോ? നീ ഒരു വിടുതലാണോ? നീ ഒരു വീണ്ടെടുപ്പാണോ? നീ ഒരു വിടുതലാണോ? ഇന്ന് പകല് ഉപവാസ പ്രാർത്ഥനയുടെ 6ാമത്തെ ദിവസം നീ അത് കണ്ടെത്തിയിരിക്കും. Receive the power of Holy Spirit. Come on. ഫിലിപ്പോസ് പറയുന്നു, ഞാൻ തേടിയത് ബെൻസ് കാറല്ല, ഞാൻ തേടിയത് BMW അല്ല, ഞാൻ തേടിയത് ഉയർച്ചയല്ല, ഞാൻ തേടിയത് പ്രശസ്തിയല്ല, ഞാൻ തേടിയത് മശിഹ. Come on. നീ ഒന്നും തേടണ്ട. നിനക്ക് തേടാൻ ഒന്നുണ്ടെങ്കിൽ അത് ഇന്ന് പകല് ഞാൻ പ്രസംഗിക്കുന്ന നസറേനായ യേശുവായിരിക്കണം. ഇന്ന് പകല് ഞാൻ പ്രസംഗിക്കുന്ന മശിഹ. ഓ കമാൺ. അന്യഭാഷയുള്ളവർ അന്യഭാഷ പറഞ്ഞ് ആരാധിച്ചു. ഇന്ന് പകല് അസാധാരണമായി എന്തോ സംഭവിക്കുന്നു. ഇന്ന് നീ എന്താണോ തേടുന്നത് അത് നീ കണ്ടെത്തും. നാളെയല്ല, ഇന്ന് ഉപവാസ പ്രാർത്ഥനയുടെ 6ാമത്തെ ദിവസം ഈ ബഥേൽ ചർച്ചിൽ നീ ആരാധിക്കുമ്പോൾ നീ ചിലത് കണ്ടുപിടിക്കും. പ്രാർത്ഥിച്ചോ. നീ എന്താ കാണാൻ ആഗ്രഹിക്കുന്നത്? ഇടയൻ പറയും ഞാൻ ആടിനെ തേടി. ഇടയൻ പറയും ഞാൻ അതിനെ കണ്ടെത്തി. യെസ് കമാൺ. തേട്. ചുമ്മാ ഇരിക്കാതെ നീ എന്താണോ തേടുന്നത് കണ്ടുപിടിക്കും. ആരെങ്കിലും കണ്ടുപിടിച്ച് തരട്ടെ എന്നല്ല, ആരെങ്കിലും കൊണ്ട് തരട്ടെ എന്നല്ല, നീ ഇറങ്ങണം. ഹല്ലേലൂയ. നമ്മളെല്ലാം സോംബേറികൾ. എനിക്ക് വേണ്ടിയിട്ടുള്ള വിടുതൽ സ്റ്റാൻലി പാസ്റ്റർ പ്രാർത്ഥിച്ചു തരും. ഈ കാണുന്ന ബ്ലെസ്സിങ് എല്ലാം പുള്ളിക്കാരൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതുകൊണ്ടാണ് കിട്ടിയത്. ഹല്ലേലൂയ. 100%. വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു 10 വർഷമായിട്ട് അദ്ദേഹമായിട്ട് പരിചയമുണ്ട്. 2014 മുതലൊക്കെ പരിചയമുണ്ട്.
അന്നേ പറഞ്ഞ പ്രോപ്പസിയാ, 10 വർഷത്തിന് മുമ്പേ പറഞ്ഞ പ്രോപ്പസി. ഫസ്റ്റ് ചർച്ച് ഇതല്ല, ഇതിന്റെ പിന്നിൽ വലിയൊരു പ്രോപ്പർട്ടി ഒരുക്കിയിട്ടുണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, അഴകിയ മണ്ഡപത്ത് ഈ കോമ്പൗണ്ട് ഫുള്ള് ഇങ്ങനെ ഈ ടെന്റ് നീണ്ടു വരും. ഇതൊരു ധ്യാന കേന്ദ്രം പോലെയായി മാറും. ജനം തേടി വരും. ഇതിനകത്ത് സൗഖ്യങ്ങൾ ഉണ്ടാകും. ആംബുലൻസിൽ രോഗികളെ കൊണ്ടുവരും. മരിച്ചെന്ന് വിധി എഴുതിയവൻ തുള്ളിച്ചാടി കോമ്പൗണ്ടിൽ നിന്ന് പുറത്തു പോകും. എനിക്കുറപ്പുണ്ട്, ഇത് ബെഥസ്ദയാണ്, ഇത് സൗഖ്യത്തിന്റെ ആലയം. ഇവിടെ വരുന്നവൻ വിടുതൽ പ്രാപിക്കും. ഇവിടെ വരുന്നവൻ സൗഖ്യം പ്രാപിക്കും. ഈ കോമ്പൗണ്ടിൽ ചവിട്ടുന്നവൻ സൗഖ്യം പ്രാപിക്കും. ഈ കോമ്പൗണ്ടിൽ ചവിട്ടുന്നവൻ വിടുതൽ പ്രാപിക്കും. ഇത് ഡെലിവറൻസ് പ്ലേസ് ആണ്. Hallelujah, hallelujah. Come on, come on, come on. Oh, rakada shikana rakadura baba baba. Judaba rakadere dere dere. Mighty power, mighty power. Da. പരിശുദ്ധാത്മാവ് ചിലരെ തൊടും. പരിശുദ്ധാത്മാവിന്ന് പകല് ചിലരെ തൊടും. പരിശുദ്ധാത്മാവിന്ന് പകല് ചിലരെ തൊടും. കേട്ടോ, ഫിലിപ്പോസ് പറയുക, ഞാൻ കണ്ടെത്തി മീൻസ് തമിഴ് കണ്ടുകൊണ്ടേ, ഞാൻ കണ്ടുകൊണ്ടേൻ. അപ്പൊ കണ്ടുകൊണ്ടേൻ, അതിന് തൊട്ടു മുമ്പ് തേടിനാർ, ഞാൻ തേടിയത് കൊണ്ട് കണ്ടുപിടിച്ചു. അല്ല എന്റെ ഫ്രണ്ടിൽ കൊണ്ട് വച്ചെന്നല്ല. ഹല്ലേലൂയ. യേശു ചിലരെ കണ്ടുപിടിച്ചു, ചിലർ യേശുവിനെ കണ്ടുപിടിച്ചു. 2 ഗ്രൂപ്പുണ്ട്. ഹല്ലേലൂയ. ചിലർ നിൽക്കുന്ന സ്ഥലത്ത് പോയിട്ട് യേശു കണ്ടുപിടിച്ചു. ഹല്ലേലൂയ. ശീമോൻ പത്രോസിനെ യേശു ഇരുന്ന സ്ഥലത്ത് പോയി കണ്ടുപിടിച്ചു. ഇവിടെ ഫിലിപ്പോസ് പറയുന്നു, ഞാൻ യേശുവിനെ കണ്ടുപിടിച്ചു. തേടിനാർ. ലൂക്കോസ് സുവിശേഷത്തിൽ 3 പേരെ കാണാൻ കഴിയും. ഒന്ന്, ഒരു ഇടയൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇടയൻ ഒരു 100 ആടുണ്ടായിരുന്നു. മേപ്പന് 100 ആടുകൾ ഉണ്ടായിരുന്നു. അതിൽ ഒരു ആടിനെ കാണായക പോയി. ബാക്കി 99നെയും മാറ്റി നിർത്തിയിട്ട് ഒന്നിന്റെ പുറകെ പോയി. ഇത് മേപ്പനുള്ള ദൂതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ 99 ഉണ്ട്. ഇനി അതിനെ വെച്ച് മുന്നോട്ട് പോകാൻ നല്ല ചിന്തിച്ചേ. 99നെ കളഞ്ഞിട്ടുമല്ല പോയത്. 99നെ മേയ്പ്പൻ സുരക്ഷിതമായൊരു സ്ഥലത്ത് ആക്കിയിട്ട് അങ്ങനെ ചിന്തിക്കണം കേട്ടോ. പ്രൊട്ടക്റ്റ്, നല്ല സേഫായിട്ടുള്ള ഒരു സ്ഥലത്ത് പാതുകാപ്പോടെ നിർത്തിയിട്ട് കാണാതെ പോയ 90ന്റെ പുറകെ പോയി. ഈ കാണാതെ പോയ ഒന്ന് പിന്മാറ്റത്തിൽ പോയതായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. വ്യഭിചാര സ്പിരിറ്റിൽ പോയതായിരിക്കാം. വേശ്യത്തനത്തിന്റെ ആത്മാവിൽ പോയതായിരിക്കാം. സഭ വേണ്ടെന്ന് പറഞ്ഞ് പുറകെ പോയവനായിരിക്കാം. അതിനെ തേടിപ്പോയി. ആ ആടല്ലേ ശമരിയ സ്ത്രീ? ഹലോ, ആ ആടല്ലേ ശമരിയ സ്ത്രീ? പ്രൈസ് ഗോഡ്. എന്ത് ചിന്തിക്കുക? അതൊന്ന് മേയ്പ്പൻ ഒരു കാര്യം. നാട്ടുകാരെന്ത് പറയുന്നത് മേയ്പ്പൻ ഒരു വിഷയമല്ല. നീ രക്ഷ പ്രാപിക്കാൻ തയ്യാറാണെങ്കിൽ മേയ്പ്പൻ പറയും, നിന്റെ കൂടെ ഞാൻ നിൽക്കും. നിങ്ങൾ മനസ്സിലായില്ല? ഹല്ലേലൂയ. രക്ഷയ്ക്ക് നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നാട്ടുകാരെന്ത് പറഞ്ഞാലും ഐ ഡോണ്ട് കെയർ, നിന്റെ കൂടെ ഞാൻ നിൽക്കും. അതാണ് മേയ്പ്പൻ എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെയുള്ളവരല്ലേ നിങ്ങൾ? എത്രയോ ക്രിട്ടിക്കൽ സ്റ്റേജ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു. അപ്പോഴെല്ലാം പാസ്റ്റർ സ്റ്റാൻലി അവർകൾ നിന്റെ കൂടെ നിന്ന് നിന്റെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു എങ്കിൽ അദ്ദേഹത്തിന് വിളിക്കുന്ന പേര് നല്ല മേയ്പ്പൻ. ഹലോ, നാട്ടുകാർ നിന്നെ കൈവിട്ടപ്പോഴും വീട്ടുകാർ നിന്നെ കൈവിട്ടപ്പോഴും നിന്നെ പരിഹസിച്ചപ്പോഴും നിന്നെ നിന്ദിച്ചപ്പോഴും നീ വെക്കപ്പെട്ടു പോയ നാൾക്കളിൽ നിനക്ക് വേണ്ടി കൂടെ നിൽക്കുവാൻ ഒരു സഭയുണ്ടായിരുന്നു.
എല്ലാവരും പറഞ്ഞേ, നമ്മുടെ മേപ്പൻ, എന്നുടെ മേപ്പൻ, നല്ല മേപ്പൻ. പ്രൈസ് ദി ലോർഡ്.